നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഖജനാവ് ഖാലിയാണെങ്കിലും കാര്യങ്ങൾ മുറ പോലെ നടക്കുകയാണ്. PSC അംഗങ്ങളുടെ ശമ്പളം ഇരട്ടിയാക്കും. കോടികളുടെ ബാധ്യത വരുത്തുന്ന ശമ്പള വർധന. എന്തിനാണ് MPയും മന്ത്രിയും ഒക്കെ ആകുന്നത്? ചുമ്മാ ഒരു PSC അംഗമായാൽ മതി. ജീവിതം സുരക്ഷിതവും സുഖകരവുമാക്കാൻ വേറെ ഒരു പണിക്കും പോകണ്ട. അത്ര കണ്ട് വലിയ ശമ്പളവും പെൻഷനുമാണ് കേരളത്തിലെ PSC അംഗങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വീണ്ടും ഇരട്ടിയോളമാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനം സംസ്ഥാന ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്തതായാണ് അറിയുന്നത്. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തി പോകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ അനാവശ്യ ശമ്പള വർധനയും മറ്റും നടപ്പിലാക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. മാത്രവുമല്ല, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശമ്പള വർധനയ്ക്ക് ഒരുങ്ങുന്നത് തികഞ്ഞ അനീതി തന്നെയാണ്. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒഴിവ് വരുന്ന സ്ഥാപനങ്ങളിലേക്ക് പുതിയ ജോലിക്കാരെ കണ്ടെത്തി നിയമനം നടത്തുന്ന പ്രവർത്തനമാണ് PSC നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ കൂടി വന്നാൽ 15,000-ഓളം പുതിയ നിയമനങ്ങളാണ് PSC വഴി നടത്തുക. അർഹരായ ആൾക്കാരെ അപേക്ഷ വഴി ക്ഷണിച്ചുകൊണ്ട് ടെസ്റ്റും ഇന്റർവ്യൂവും നടത്തിയാണ് ഈ പറഞ്ഞ നിയമനങ്ങൾ നടത്തുക. ഇത്ര കുറഞ്ഞ നിയമനം നടത്തുന്നതിന് കോടികളുടെ ഭാരം താങ്ങി പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കണമോ എന്ന ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. കാരണം ഈ ഭീമമായ ആനുകൂല്യങ്ങൾ PSC ചെയർമാനും അംഗങ്ങൾക്കും നൽകേണ്ടി വരുമ്പോൾ ആ തുകയും പൊതുജനത്തിന്റെ ചുമലിലാണ് വരുന്നത് എന്ന കാര്യം ആരും മറക്കരുത്. നിലവിൽ PSC ചെയർമാന്റെ ശമ്പളം 2.25 ലക്ഷം രൂപയാണ്. ഇത് 4 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശുപാർശയാണ് ധനകാര്യ വകുപ്പിന് മുന്നിലുള്ളത്. അതേപോലെ തന്നെ PSC അംഗങ്ങളുടെ ഇപ്പോഴത്തെ ശമ്പളം 2,19,000 രൂപയാണ്. ഇത് 3,75,000 ആക്കി ഉയർത്താനാണ് പുതിയ നിർദ്ദേശം. ഇതിനേക്കാൾ സങ്കടകരമായ മറ്റൊരു കാര്യം, 6 വർഷമാണ് PSC അംഗത്തിൻ്റെയും ചെയർമാൻ്റെയും കാലാവധി. ഈ കാലാവധി കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഇവർക്ക് വലിയ തുക പെൻഷനായി നൽകുന്നു എന്നതാണ് ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യം. ഇപ്പോൾ 1,20,000 രൂപ ഒരു അംഗത്തിന്റെ കാലാവധി കഴിഞ്ഞ ശേഷമുള്ള പെൻഷനാണ്. ഇത് 2,25,000 ആക്കി വർദ്ധിപ്പിക്കാനാണ് ആലോചന. PSC ചെയർമാന്റെ ഇപ്പോഴത്തെ പെൻഷൻ 1,25,000 ആണ്. ഇത് 2,25,000 ആക്കി ഉയർത്താനും ശുപാർശയുണ്ട്. വർഷം തോറും ഏതാണ്ട് 4 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് ഈ ശമ്പള വർധന. കേരള PSCയിൽ ആകെ 21 അംഗങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ 4 സീറ്റ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 17 അംഗങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നെ 11 അംഗങ്ങൾ സർക്കാർ സർവീസിൽ നിന്നും നിയമിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ഭീമമായ ശമ്പളവും ആനുകൂല്യവും ചെയർമാനും അംഗങ്ങൾക്കും നൽകുമ്പോൾ തന്നെ PSCയുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന മന്ദിരത്തിലും 100 കണക്കിന് ജീവനക്കാർ വേറെയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത്രയും ജീവനക്കാരും ഭരണസമിതിക്കാരുമുള്ള ഈ സ്ഥാപനം ഓരോ വർഷവും ഒഴിവുകൾ ഉണ്ടെങ്കിൽ പോലും എത്ര ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. സർക്കാരിൻ്റെ കീഴിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ടാകുന്ന ഒഴിവുകൾ അപ്പോൾ PSCയെ അറിയിക്കണമെന്നാണ് ചട്ടം. ഇത് അറിയിച്ചാൽ പോലും PSC ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് അർഹരായ ആൾക്കാരെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും മറ്റും പൂർത്തീകരിക്കുമ്പോൾ വർഷങ്ങൾ എടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിൽ പിന്നെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കാൻ ഇത്തരത്തിൽ ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ തന്നെ ആലോചിക്കേണ്ടതാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ സംസ്ഥാന PSCയെ പോലെ തന്നെ കേന്ദ്ര സർക്കാരിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ അംഗങ്ങളായി ആകെയുള്ളത് 9 പേരാണ്. ഈ 9 ഭരണസമിതിക്കാർ ചേർന്നിരുന്ന് കേരള PSC നടത്തുന്നതിനേക്കാൾ വലിയ തോതിൽ നിയമന ശുപാർശകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല, കേരള PSCയേക്കാൾ കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടാണ് UPSC ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും വാസ്തവമാണ്. കേരള PSCയിലെ ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം ഇരട്ടിയാക്കുന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നതിന് പറയുന്ന ന്യായം കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പള തോതുമായി ഒന്നിച്ചു പോകുവാൻ വേണ്ടിയാണ് എന്നാണ്. പക്ഷേ ഇവിടെ ഈ ന്യായീകരണം പറയുന്നവർ മറ്റൊരു വസ്തുത മറച്ചുവെക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആകെ ഉള്ളത് 9 അംഗങ്ങളാണ്. കേരളത്തിൽ ഇത് 21 ആണ് എന്ന കാര്യം മറക്കരുത്. കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ 9 പേർക്ക് ശമ്പളവും ആനുകൂല്യവും നൽകുമ്പോൾ അതിന് തുല്യമായ രീതിയിൽ ശമ്പളം ക്രമീകരിച്ചാൽ കേരളത്തിൽ അത് 21 പേർക്ക് കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ഏർപ്പാട് ഇപ്പോൾ തന്നെ
ദരിദ്ര അവസ്ഥയിൽ പോകുന്ന സംസ്ഥാന സർക്കാരിന് കടുത്ത ഭീഷണിയായി മാറുമെന്ന് പറയാൻ കാരണം, ഭരണമാറ്റം ഉണ്ടാകുന്ന അവസരങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്വന്തക്കാരെ തിരികെ കയറ്റുവാൻ കണ്ടെത്തുന്ന സ്ഥലം പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഈ സ്ഥാപനത്തിലെ അംഗത്വം നേടിയെടുക്കാൻ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ വലിയ വടംവലി നടത്താറുണ്ട്. കേരളത്തിൽ മുന്നണി ഭരണമായതിനാൽ മുഖ്യ കക്ഷിക്ക് കൂടുതൽ അംഗങ്ങളും ഘടകകക്ഷിക്കെല്ലാം 1-2 അംഗങ്ങളും എന്ന ക്രമത്തിലാണ് ലഭിക്കുക. ഇത്തരത്തിൽ LDFിലെ ചെറിയ ഘടകകക്ഷികൾക്ക് ഒരു PSC അംഗത്വമാണ് കിട്ടുന്നതെങ്കിൽ അത് വിൽപ്പന നടത്തുന്ന ഏർപ്പാട് വരെ നടക്കുന്നുണ്ട്. PSC അംഗമാകുന്നതിന് 1 കോടിയും അതിലധികവും കമ്മീഷനായോ സംഭാവനയായോ പാർട്ടി നേതാക്കൾക്ക് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ട്. കാരണം ഒരു ടൈം PSC അംഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ മാസം തോറും മരിക്കും വരെ പെൻഷനായി കിട്ടുകയും കോടികൾ പിരിയുന്നതിനകം ശമ്പളമായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആയില്ലെങ്കിലും ഒരു PSC അംഗമായാൽ ജീവിതം സുരക്ഷിതമായി എന്ന് കരുതിക്കൊണ്ട് ചില പ്രമാണിമാർ ഈ സ്ഥാനം നേടിയെടുക്കാൻ പണപ്പെട്ടിയുമായി ഇറങ്ങി നടക്കുന്നത്. നന്ദി.